ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 150 പിടിയരിയും ഭക്ഷണവും. ഭാഗം 150 പിടിയരിയും ഭക്ഷണവും ഇവിടെ ആരംഭിക്കുന്നു. ചിറയിൻകീഴ്, കടയ്ക്കാവൂർ, വക്കം, നെടുങ്കണ്ട, വർക്കല തുടങ്ങിയ പ്രദേശങ്ങളിലെ ഗുരുഭക്തിയുള്ള കുടുംബങ്ങളിൽ ഒരു കാലത്ത് പിടിയരി പാത്രം വയ്ക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ ഭവനങ്ങളിൽ അന്നന്നത്തെ ചോറ് വയ്ക്കുന്നതിനായി എടുക്കുന്ന അരിയിൽ നിന്നും ഒരു പിടി വാരി ഒരു പ്രത്യേക പാത്രം വെച്ച് അതിൽ പതിവായി നിക്ഷേപിക്കുമായിരുന്നു. ആ പാത്രത്തിനാണ് പിടിയരി പാത്രം എന്ന് പറഞ്ഞു പോന്നിരുന്നത്. പിടിയരി പാത്രത്തിലെ അരി മുഴുവനും ശിവഗിരിക്കുള്ളതായിരുന്നു. ആ ഭവനങ്ങൾക്കെല്ലാം അതൊരു നേർച്ച പോലെയായിരുന്നു. ശിവഗിരിയിൽ നിന്നെത്തുന്ന അന്തേവാസികളാണ് പിടിയരി ശേഖരിച്ചു വന്നിരുന്നത്. ചില ഭവനങ്ങളിൽ നിന്ന് അരിക്ക് പുറമെ ആ അന്തേവാസികൾക്ക് പ്രത്യേകമായി ഭക്ഷണവും ദക്ഷിണയും അന്ന് കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ വളരെ പുണ്യവും പവിത്രവുമായ കാര്യങ്ങളായിട്ടാണ് ആ വീട്ടുകാർ കണ്ടിരുന്നത്. ഗുരുദേവന്റെ സന്നിധാനം